നല്ല രീതിയിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായി. ഒരിക്കലും ഒരു നല്ല അമ്മയല്ല. ഞാൻ കുഞ്ഞിനെ എടുത്ത് വെച്ചിട്ട് പറയും, എന്തിനാ ഇങ്ങനെ കരയുന്നത്? എൻ്റെ കരിയർ പോയി, എൻ്റെ ഭാവി പോയി, എന്തിനാ കരയുന്നത്? ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഇങ്ങനെയൊക്കെ എനിക്കറിയത്തില്ല. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ച് ജസ്റ്റ് ബ്ലാബറിങ് ആയിരുന്നു. എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ അതൊരിക്കലും നമുക്ക് ഹെൽപ്പ്, നമുക്ക് ഇമോഷണലി ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളൊരു ആളെ കണ്ട് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നത് നല്ലതാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു 2-3 സെഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. കുറച്ച് മരുന്നും അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കഴിക്കേണ്ടി വന്നു. കാരണം ഞാനൊരു പീക്ക് സ്റ്റേജിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തി. കാരണം കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഹസ്ബൻഡും ഞാനും മോനും മാത്രം. ഇതിനിടയിൽ ഹസ്ബൻഡിൻ്റെ അച്ഛന് പിന്നെ സ്ട്രോക്ക് വന്നു, പുള്ളി ബെഡ് റിഡൺ ആയി. അപ്പോൾ ഈ അവസ്ഥയിലാണ് ഞാൻ ഈ കുഞ്ഞിനെ നോക്കണം, ഹസ്ബൻഡിൻ്റെ അച്ഛനെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ എനിക്കറിയില്ല. ഞാൻ എവിടെ തുടങ്ങും, ഇനി എങ്ങനെ പഠിച്ച് കയറി വരും? എനിക്ക് റാങ്ക് ലിസ്റ്റിലുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കയ്യിൽ ജോലി കിട്ടണ്ടേ, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുമെന്നറിയില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു വേറെ ഇനിയും പഠിക്കണം തോന്നി. അപ്പോൾ ആ കൗൺസിലറിൻ്റെ അഡ്വൈസ് പ്രകാരം എനിക്ക് പറ്റുന്ന എന്താ, പിന്നെയും പഠിക്കുക, പഠിപ്പിക്കുക. അങ്ങനെ ഞാൻ സെക്രട്ടറി റെസിഡൻറ്റ് പ്രിലിംസ് എഴുതി.